ഈമാനുള്ള വിശ്വാസികളെ, സുഖവും സന്തോഷവും ഒക്കെയും ആപേക്ഷികമാണ്. എന്നും നിലനിൽക്കാൻ പോകുന്ന സുഖങ്ങളില്ല, എന്നും ജീവിക്കുന്ന സന്തോഷങ്ങളില്ല. ഇന്നത്തെ സന്തോഷം ചിലപ്പോൾ നാളെ ദുഃഖത്തിന്റെ കാരണമാണ്. നാളത്തെ ദുഃഖം മറ്റന്നാളെ സന്തോഷം അധികരിപ്പിക്കാനുള്ള കാരണമാണ്. ഇങ്ങനെയാണ് ഭൂമിയെ അല്ലാഹു തആല ലോകത്ത് പറിച്ചിരിക്കുന്നത്. ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ സിദ്ധാവായ അല്ലാഹുവിനെ ഭയന്ന് അവന്റെ തൃപ്തി പ്രതീക്ഷിച്ച് മരണം പ്രതീക്ഷയോടെ കാത്തുനിന്ന് ജീവിക്കാൻ കഴിയുന്ന, അവനിൽ തവക്കുലാക്കി ജീവിക്കുന്ന മുഅ്മിനാണോ, അവനാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത്. ജീവിക്കുന്നത് ചിലപ്പോൾ കൊട്ടാരത്തിലാകാം, സൗകര്യങ്ങളാകാം, പക്ഷേ സൗകര്യങ്ങളൊന്നും അല്ലാഹുവിനെ മറന്നു പോകുന്നതാകരുത്, റബ്ബിൽ നിന്ന് അകന്നു പോകാനുള്ള കാരണങ്ങളാകരുത്. എത്ര സൗകര്യമുള്ള സമയമാണെങ്കിലും, എത്ര പ്രയാസം അനുഭവിക്കുന്ന സമയമാണെങ്കിലും എല്ലാം തരുന്ന റബ്ബായ അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വേണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ചില മനുഷ്യന്മാരുടെ ശരീരപ്രകൃതിയെ നിങ്ങൾ കാണുന്നില്ലേ? എത്ര മഴ പെയ്താലും എത്ര ഏസിട്ടാലും അവരുടെ ശരീരം തണുക്കൂല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ചിലരെ നിങ്ങൾ കാണുന്നില്ലേ? ചിലരുടെ ശരീരം തണുത്തുപോയി, അവർക്ക് AC പറ്റൂല, ഫാന് പറ്റൂല, ഒന്നും പറ്റൂല, എപ്പോഴും തണുപ്പാണ്. അങ്ങനെ എന്തെല്ലാം പ്രയാസങ്ങൾ മനുഷ്യന്റെ ശരീരത്തിന്റെ വ്യത്യസ്തമായ സിട്ടിപ്പുകളിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും അല്ലാഹു വെച്ചിട്ടുണ്ട്. അല്ലാഹുവിനെതിരെ കുറെ സമയം വേണ്ടതില്ല. അവൻ തന്നിരിക്കുന്ന നിയമത്തുകൾ ഓരോന്നോരോന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ജീവിതത്തിൽ മുഴു സമയവും അവന് നന്ദി ചെയ്യണമെന്ന് തീരുമാനിച്ച് നമ്മൾ മുന്നിട്ടിറങ്ങി